പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ജില്ലയിൽ പ്രവേശിച്ചു. യാത്രയ്ക്ക് UDF പ്രവർത്തകർ അടിമാലിയിൽ ആവേശോജ്വലമായ ആദ്യ സ്വീകരണമൊരുക്കി. UDF വെറും പ്രതിപക്ഷം മാത്രമല്ല ഇപ്പോഴെന്നും ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിൽ വരേണ്ട മുന്നണിയായി മാറിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വിവിധ ജില്ലകളിലൂടെ പ്രയാണം നടത്തി ഇടുക്കിയിൽ പ്രവേശിച്ചു. യാത്രയ്ക്ക് UDF പ്രവർത്തകർ അടിമാലിയിൽ ആവേശോജ്വലമായ ആദ്യ സ്വീകരണമൊരുക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനെ സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. UDF വെറും പ്രതിപക്ഷം മാത്രമല്ല ഇപ്പോഴെന്നും ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിൽ വരേണ്ട മുന്നണിയായി മാറിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മാത്രം ഇവർ കേരളത്തെ തകർത്തു. നമ്മൾ വെറും പ്രതിപക്ഷം മാത്രമല്ല, ഇപ്പോൾ ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. എവിടെയാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമുക്ക് വിജയിക്കണം. എവിടെയെല്ലാം ഈ സർക്കാർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി അവിടെയെല്ലാം നമുക്ക് കേരളത്തെ പുനരുജ്ജീവിപ്പിക്കണം. ഇവർ തകർത്ത സമ്പദ്ഘടന നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. നല്ല ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപൂർവമായ നികുതി ഭരണത്തിലൂടെ ഖജനാവിന്റെ ചോർച്ച അടച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. UDFന്റെ വിവിധ സംസ്ഥാന നേതാക്കളും UDF ജില്ലാ നേതൃത്വവും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ വിവിധ കർഷക സംഘടനാ നേതാക്കൾ, ആദിവാസി ഗോത്ര സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ, ദളിത് സംഘടനാ നേതാക്കൾ, തോട്ടം തൊഴിലാളികൾ എന്നിവരുമായി ജില്ലയിലെ വികസന പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ചർച്ച ചെയ്യും. അടിമാലി ക്ലബ് ഹാളിലായിരുന്നു പരിപാടി ഒരുക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ പ്രതിപക്ഷ നേതാവിന്റെ പൊതുയുഗ യാത്രയുടെ അടിമാലിയിലെ സ്വീകരണ സമ്മേളനം ദേവികുളം മണ്ഡലത്തിലെ UDFന്റെ ശക്തി പ്രകടനമാക്കി പ്രവർത്തകർ മാറ്റി. സിറ്റി വിഷൻ, അടിമാലി.